ഈ ഒരു എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഈശ്വരന്റെ കടാക്ഷം കൊണ്ട് നമ്മളെ തേടി അവസരങ്ങൾ സാധാരണ വരാറില്ല അല്ലെ. നമ്മൾ തേടിയാണ് അവസരങ്ങളെ തേടിയാണ് അല്ലെ ഒരു ജോലി തേടിയാണ് പോകുന്നത്. ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് ഈശ്വരനായിട്ട് തന്നെ എന്നെ ഈ ഒരു അവസരം കൊണ്ടുവന്ന് കേൾപ്പിച്ചതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നിങ്ങളിപ്പം ഏതോ ഒരു സുഹൃത്തിന്റെ ഏതോ ഒരു ബന്ധുവിന്റെ അല്ലെ ഒരുപക്ഷെ നിർബന്ധം കാരണമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലി വേക്കൻസി എന്ന് കേട്ടിട്ടായിരിക്കാം ഈ ഒരു അവസരത്തിലേക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം 4 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഞാനൊരു തയ്യക്കാരിയാണ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് മാത്രമാണ്. അച്ഛൻ ഇവിടെ നീണ്ടകര ഹാർബറിൽ മത്സ്യബന്ധനത്തിന് പോകുന്നു, അമ്മ കശുവണ്ടി ഓഫീസിൽ പോകുന്നു. അപ്പൊ 2 കുട്ടികള്. ഈ ഒരു അവസരത്തിൽ തനി നാട്ടിൻ പുറത്തു നിന്ന് താമസിക്കുന്ന എനിക്ക് ഈ ഒരു അവസരം കേൾക്കാൻ ഇടയുണ്ടായി. ഈ ഒരു അവസരം ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ സുഹൃത്തോ നിങ്ങളുടെ ബന്ധുവോ ഇവിടെ നിങ്ങളെ വിളിച്ച് ക്ഷണിച്ചു ഇങ്ങനെ ഒരു അവസരം കേൾക്കാനായിരിക്കാം പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസരം ഒരു സുഹൃത്തോ ബന്ധുവോ എന്നോട് പറഞ്ഞതല്ല. ഈ ഒരു അവസരം ഞാൻ കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കോവിഡ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് മോടെ സ്കൂളിലെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി സ്കൂളിലെ ടീച്ചർ വരികയുണ്ടായി വീട്ടിലേക്ക്. മോടെ സ്കൂളിലെ ടീച്ചർ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു വന്നു കാര്യങ്ങൾ സംസാരിക്കുമ്പം എൻ്റെ ഇളയ മകള് ചെറുതാട്ടോ. അപ്പൊ എൻ്റെ ഇളയ മകള് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഷാഠ്യം കാണിക്കാൻ കരയും ചെയ്യുന്നുണ്ട്. കുറെ വട്ടം ടീച്ചർ ചോദിച്ചു മകൾ എന്തിനാ കരയുന്നേന്ന്. ആ ഒരു സമയത്ത് ഞാൻ ടീച്ചറിന്റെ അടുത്ത് ചിരിക്കുകയുണ്ടായി. അതിനുശേഷം ഞാൻ പറയുണ്ടായി, ടീച്ചറെ മറ്റൊന്നും അല്ല, എനിക്ക് ഈ ഒരു വീട്ടിലെ കുറച്ച് സാഹചര്യം കുറച്ച് ബുദ്ധിമുട്ട് മറ്റൊന്നും അല്ല കേട്ടോ. ഞാനൊരു തയ്യൽ മേഖലയിലായിരുന്നു. നമ്മുടെ ഷീന മേഡം പരിചയപ്പെടുത്തിയില്ലേ, 7 സ്റ്റാഫന്മാരെ ഇരുത്തിക്കൊണ്ട് ഒരു തയ്യൽ കട നടത്തിയിരുന്ന ഒരു മുതലാളിയായിരുന്നു ഞാൻ കേട്ടോ. 7 സ്റ്റാഫന്മാരുണ്ടായിരുന്നു എൻ്റെ തയ്യൽക്കടയിൽ. എങ്കിൽ എന്നും വളരെ റിസ്ക് ആണ്. രാവിലെ 8 മണിക്ക് പോകും, രാത്രി 11 മണി വരെ കംപ്ലീറ്റ് ചെയ്യാനുള്ള എല്ലാം തയ്ച്ചു കൊടുത്ത് എല്ലാ കാര്യങ്ങളും ഒതുക്കിയിട്ടാണ് വരുന്നത്. അപ്പൊ രാത്രി കാലങ്ങളിൽ മാത്രം ചെറിയൊരു ശാരീരിക ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുമ്പോൾ കരുതും ഇത്രയും സ്ട്രെയിൻ ചെയ്യുന്നത് കൊണ്ടായിരിക്കാമെന്ന് കരുതി. എങ്കിൽ ഈശ്വരൻ എന്താ പറയാ എല്ലാം തരില്ല എന്ന് പറയുന്നത്. ഇപ്പം ഒരു ദിവസം ഞാൻ 1500 2000 രൂപയുടെ തയ്യൽ തയ്ക്കുമെങ്കിൽ എന്നോടൊപ്പം 7 സ്റ്റാഫന്മാരുണ്ടെങ്കിൽ എൻ്റെ ഒരു ദിവസത്തെ വരുമാനം ഒന്ന് നോക്കിയാൽ മതി. അങ്ങനെ വരുമാനം വാങ്ങിച്ചുകൊണ്ട് നിന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്ന സമയത്താട്ടോ എന്നെ ദൈവം ചെറുതായിട്ടൊന്ന് കണ്ണടച്ചു. ഒരു ചെറിയൊരു അസുഖത്തിന്റെ രീതിയിൽ ക്യാൻസർ എന്ന രോഗത്തിലേക്ക് വന്നത്. ഏകദേശം നടന്നുപോയി ചിരിച്ച് കളിച്ച് എല്ലാവരോടും കാര്യം പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു കുടുംബ ജീവിതത്തിൽ അല്ലെ നല്ലൊരു സമയത്ത് തന്നെ അങ്ങനെ ഒരു അസുഖം വന്ന സമയത്ത് ഹോസ്പിറ്റലിൽ പോവുകയുണ്ടായി. അവിടെ ചെല്ലുമ്പം അറിയാൻ കഴിഞ്ഞു IG വാക്സിലർ, അതായത് എല്ലുപൊടിയും നരമ്പോട്ടുകയും ചെയ്യുന്ന രോഗവും കൂടി എനിക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിന്റെ പേര് ഒരു രോഗത്തിന്റെ മരുന്ന് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ഒരുപാട് കഷ്ടപ്പെട്ടു. അവിടെ ഇരുന്നിട്ട് ഡോക്ടർ എൻ്റെ ബൈസ്റ്റാൻഡറിന്റെയും എൻ്റെയും മുന്നിൽ വെച്ച് പറയുണ്ടായി, നമുക്കിനി 6 മാസം അല്ലെ കൂടിപ്പോയ 1 വർഷത്തേക്ക് മാത്രം ഈ കുട്ടിയെ നമുക്ക് കിട്ടും, നമുക്ക് ഇനി അധികം നാളിലേക്ക് നോക്കാൻ പറ്റില്ല, നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 2 പെൺകുട്ടികളാണ് ഇല്ലേ. നമ്മുടെയൊക്കെ വീടുകളിൽ എന്താ നമുക്കൊക്കെ മക്കളുണ്ട് ഇല്ലേ. നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി, അമ്മയില്ലാത്ത ഒരു ദിവസം നമ്മൾ നമ്മളുടെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ വീട് ശൂന്യമായിട്ട് നമുക്ക് തോന്നും. എന്നെ സംബന്ധിച്ചിടത്തോളം സുന്ദരി 2 മക്കള്, നോക്കാൻ ആളില്ല, വയ്യാണ്ട് വന്നു, എന്തും കൊടുത്ത് ഉണ്ടായിരുന്ന വീടാണേലും വസ്തുവാണേലും എൻ്റെ തയ്യൽക്കടയിലെ തയ്യൽ മിഷനും കത്രികയും വിറ്റിട്ട് ചികിത്സ നടത്താൻ വേണ്ടി ആശിച്ചു മോഹിച്ച് വെച്ചിരുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഞാൻ തിരിഞ്ഞ് വീട്ടിലേക്കൊന്ന് നോക്കിയിരുന്നു. കാരണം ആണുമോ എന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ. ആ വീട്ടിലേക്ക് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വന്നത് വാടക വീട്ടിലേക്കാ. അന്ന് കൂടെ ഉണ്ടായിരുന്ന എന്നെ കൂട്ടിന് ജീവിത പങ്കാളിയാക്കി അദ്ദേഹവും താൽക്കാലികമായിട്ട് പുള്ളിക്കാരനും പയ്യെ ബാക്കപ്പ് അടിച്ച് പുള്ളിക്കാരനും പോയി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെലവിന്റെ പുറത്ത് ചെലവും, ഒരു മാസം 21,000 രൂപ മരുന്നും അങ്ങനെ നിൽക്കുക. അതിൻ്റെ ഇടയിൽ കോവിഡ് കാലവും കൂടി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 7 മാസത്തോളം വാടക വീട്ടില് വാടക കൊടുക്കാനില്ലാതെ വാടകക്കാരൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയി
ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താ ആ ടീച്ചർ എന്റെ വീട്ടിലേക്ക് വന്നേ. കുട്ടി കരയുന്ന എന്താന്ന് ചോദിക്കുന്ന സമയത്ത് ആദ്യം പറയാൻ പഠിച്ചെങ്കിലും ഞാൻ ആ ടീച്ചറിനോട് പറയണ്ടായി, ടീച്ചറെ എന്റെ മകൾക്ക് മീൻകറി കൂട്ടി മീൻ കഴിച്ചിട്ട് ചോറ് തിന്നാൻ വേണ്ടിയാട്ടോ, അതിനുള്ള ശക്തി പിടിക്കാം. 100 രൂപ പോലും മീൻ വാങ്ങി കറി വെച്ച് കൊടുക്കാനില്ലാത്ത ഒരമ്മ അത്രയും ദുഃഖം അനുഭവിച്ച് നിൽക്കുന്ന സമയത്ത് ആ ടീച്ചർ എന്നോട് പറഞ്ഞ ഒരു ബിസിനസ് അവസരമാ ഇന്ന് ഏതോ ഒരു സുഹൃത്തോ ഏതോ ഒരു ബന്ധുവോ നിങ്ങളെ കൊണ്ടുവന്നിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ കേൾപ്പിച്ചു തന്നത്. അന്ന് ഞാൻ നോക്കിയ മറ്റൊന്നുമല്ല, ഞാൻ കുറെ നേരം ആ ടീച്ചർ പറയുന്നത് നോക്കിയിരുന്നു. ടീച്ചർ പറയുന്നത് വ്യക്തമായി കേട്ടു. ടീച്ചർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അതിൽ ഏറ്റവും ആദ്യം എനിക്ക് മനസ്സിലായത്, ഇന്ന് നമ്മുടെ ഷിജി മേഡം വളരെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഒരു 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എന്ന്, അല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കാലുകളിൽ പ്ലാസ്റ്റിക് നരമ്പുകളാണ് കിടക്കുന്നത്. എന്റെ ഓരോ സർജറിക്കും ഉണ്ടായിരുന്ന വീടും വസ്തു ഒക്കെ വിറ്റിട്ടും ഓരോ സർജറിക്കും അമ്പലക്കാരും പള്ളിക്കാരും രാഷ്ട്രീയക്കാരും എന്റെ നല്ലവരായിട്ടുള്ള നാട്ടുകാരും ഒക്കെ പിരിവെടുത്തിട്ട് എന്നെ ചികിത്സിച്ചുകൊണ്ടിരുന്ന സംഭവം. ഇന്ന് കരുനാഗപ്പള്ളി നാട്ടിൽ വന്ന് തിരക്കിയാൽ നിങ്ങൾക്ക് അറിയാം, പിരിവെടുത്ത് എന്നെ ചികിത്സിച്ചുകൊണ്ടിരുന്ന സമയം. ആ ഒരു സമയത്ത് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഫിജിക്കാർ എന്ന് പറയുന്ന ബിസിനസ്സിൽ നിന്ന് 2 ലക്ഷം രൂപ ഇൻഷുറൻസ് കിട്ടും. അത് ഏത് അസുഖം കൊണ്ട് ആൾക്കാർക്കാണേലും കുഴപ്പമില്ല, ഏത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലും ട്രീറ്റ്മെന്റ് ചെയ്യാം എന്ന് നോക്കി. ഈ ഒരു അവസരത്തിൽ എനിക്ക് തോന്നിയത് മറ്റൊന്നുമല്ല, ഏതൊരു ഇൻഷുറൻസ് കമ്പനിയിലേക്ക് നമ്മൾ സമീപിച്ചാലും നിലവിൽ അസുഖം ഉണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് ആ ഇൻഷുറൻസ് ഓക്കെ ആക്കി കൊടുക്കില്ല. ആ ഒരു സമയത്താട്ടോ ഇവിടെ 2 ലക്ഷം രൂപ ഞാൻ നോക്കിയത്. ഒരു ദിവസം വണ്ടിയുടെ CC അടച്ചില്ല, അല്ല 1 മാസം അല്ല 3 മാസം വണ്ടിയുടെ CC അടച്ചില്ലെങ്കിൽ നമുക്ക് നാളെ എന്ന് പറയാം. മൈക്രോ ഫിനാൻസിന്റെ പൈസ അടച്ചില്ലെങ്കിൽ നമുക്ക് നാളെ എന്ന് പറയാം. നമ്മുടെ കടക്കാരന് പലിശ കൊടുത്തില്ലേ നാളെ എന്ന് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം മരുന്ന് കഴിച്ചില്ലെങ്കിൽ നാളെ ഒരു ദിവസത്തേക്ക് എന്നെ ഇല്ല, എന്റെ മക്കൾക്ക് ഞാനില്ല. ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താട്ടോ ഈ ഒരു ബിസിനസ് കേൾക്കുന്നത്. ഞാൻ നോക്കുമ്പം ഈ 2 ലക്ഷം രൂപ കിട്ടാൻ വേണ്ടി ഞാൻ എന്താ ടീച്ചറെ ചെയ്യേണ്ടതെന്നാ ചോദിച്ചത്. ഇതിൽ നിന്ന് ഡെയിലി ഇൻകവും നമ്മുടെ ഷിജി മേഡം പറഞ്ഞതുപോലെ ഒരു മാസം ഇൻകവും കിട്ടുന്നുണ്ട് പെർഫോമൻസ് ആയിട്ട്. ഞാൻ ഒന്നും നോക്കിയില്ല. ഞാൻ ടീച്ചറിനോട് ചോദിച്ചു, ടീച്ചറെ എനിക്ക് കൂടുതലൊന്നും അറിയില്ല, ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, ഞങ്ങളൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന ഞങ്ങളുടെ ബോസ്, അദ്ദേഹം ഒരിക്കലും പാവപ്പെട്ടവനെ പറ്റിച്ചോ വെട്ടിച്ചോ ഒന്നും ചെയ്യില്ല. നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുണ്ടല്ലേ, നിരവധി പേർക്ക് ചാരിറ്റി ചെയ്യുകയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തി, അല്ലേ? ഞാൻ നോക്കിയത് മറ്റൊന്നുമല്ല, നാട് ചുറ്റും ഇപ്പൊ എന്റെ നാട്ടിൽ തന്നെ കൊല്ലം, അഞ്ചൽ, കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ അദ്ദേഹത്തിന്റെ ജുവലറി ഉണ്ട്, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുണ്ട്, അദ്ദേഹത്തിന്റെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇങ്ങനെ മുക്കിന് സ്ഥാപനങ്ങൾ നടത്തുന്ന വ്യക്തി, കോടീശ്വരനായിട്ടുള്ള വ്യക്തി, അദ്ദേഹം ഇങ്ങനെ ഒരു ബിസിനസ് നമ്മളെ കൂട്ടുള്ള പാവപ്പെട്ടവർക്കായിട്ട് തുടങ്ങിയതായിരിക്കും, ഈശ്വരനായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ബിസിനസ് കൊണ്ടുവന്നേന്ന് കരുതി. എന്തായാലും ഈ ബിസിനസ്സിൽ കയറണം, ഈ ബിസിനസ്സിൽ നിന്ന് നേടണം എന്ന് തോന്നി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം 10ാം ക്ലാസ്സേ ഉള്ളുണ്ട് കേട്ടോ. ഈ 10ാം ക്ലാസ് വിദ്യാഭ്യാസം വെച്ച് ഏതെങ്കിലും ഒരു തുണിക്കടയിൽ സെയിൽസ് ഗേൾ ആയിട്ട് പോയാൽ എനിക്ക് 10,000 രൂപ കിട്ടും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിൽക്കാൻ പറ്റില്ല കേട്ടോ. ഒരു 20 മിനിറ്റ് കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ അപ്പോഴേ വേദന തുടങ്ങും കേട്ടോ. അപ്പൊ എനിക്ക് പറ്റില്ല. ഇരിക്കാൻ പറ്റില്ല, കാരണം നട്ടലിലെ ഒരു നരമ്പിനൂടെ ബാധിച്ചിട്ടുണ്ടേ, അതിന്റെ പേര് അങ്ങനെ വരാം. ഇങ്ങനെ നിൽക്കുന്ന സമയത്താട്ടോ ഡെയിലി 30,000 രൂപ തരാന്നും പറഞ്ഞിട്ട് ആ ടീച്ചർ എന്നോട് ഈ ബിസിനസ് അവസരം പറയുന്നത്. ഞാൻ ആ ടീച്ചറിനോട് പറഞ്ഞത്, എനിക്ക് ഡെയിലി 30,000 രൂപയൊന്നും വേണ്ട, ദിവസം 1000 രൂപ കിട്ടിയാൽ മതി ടീച്ചറെ. ആ മാസം 30,000 രൂപ 30 ദിവസം ഉണ്ട്, അത് നേടാൻ പറ്റും ടീച്ചറെ എന്ന് പറഞ്ഞു. എങ്ങനെ ഈ ബിസിനസ്സിൽ ചേരാന്ന് കണ്ടിട്ട് 100 സെയിൽസ് വോളിയത്തിന്റെ സാധനം എടുക്കണം. 100 സെയിൽസ് വോളിയത്തിന്റെ സാധനം എടുക്കാൻ വേണ്ടി ആരോട് ചോദിക്കും? 100 രൂപ എടുത്തിട്ട് എന്റെ കുഞ്ഞിന് മീൻ വാങ്ങി കറി വെച്ചു കൊടുക്കാനില്ലാത്ത സമയം കേട്ടോ. അപ്പോഴാ പറയുന്നത് 100 സെയിൽസ് വോളിയത്തിന്റെ സാധനം എടുക്കാന്ന്. ഒന്നും നോക്കിയില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നിൽക്കുന്ന നിൽപ്പില് ബ്ലഡ് ഛർദിച്ചും ഓർമ്മയില്ലാതെ വീഴുന്ന സമയത്ത് നാട്ടുകാരൊക്കെ എടുത്ത് ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോകാറുണ്ട്. എന്റെ മകളുടെ കാതേ കിടന്ന കുഞ്ഞു മൊട്ട് കമ്മൽ, എന്റെ വീട്ടിൽ ആകെ ഉണ്ടായിരുന്ന അവസാനത്തെ
സ്വർണ്ണത്തെരിഞ്ഞ ആംബുലൻസുകാരന്റെ കയ്യിലാ ഊരി കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത്, എനിക്ക് വയ്യാണ്ടാവുന്ന സമയത്ത് ഒരുപാട് പേരുടെ മുമ്പിൽ കൈ നീട്ടിട്ടാ ഞാൻ എന്റെ ചികിത്സ നടത്തിക്കൊണ്ടിരുന്നത്. ആ ഒരു സമയത്താ ഫിജി കാർഡ് എന്ന് പറയുന്ന ബിസിനസിനെ കുറിച്ച് കേൾക്കുന്നത്. ഞാനും എടുത്തൊരു തീരുമാനം, അത് മറ്റൊന്നുമല്ല, എനിക്ക് കിട്ടിയ നല്ലൊരു അവസരമാ. എന്റെ വിദ്യാഭ്യാസം ഇനി എഴുതാനും വായിക്കാനും അറിയില്ലെങ്കിലും ഇനി എത്ര നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, ഉദാഹരണം എന്റെ കൂടെ പഠിച്ചവരൊക്കെ ടീച്ചർമാരുണ്ട്, ഡോക്ടർമാരുണ്ട്. 70,000 2 കോടി രൂപ ചെലവാക്കി ഡോക്ടറിന് പഠിച്ചിട്ട് 60,000 70,000 രൂപയ്ക്ക് ഹോസ്പിറ്റലുകളിൽ ഡോക്ടറിന് നിൽക്കുന്ന എന്റെ ഫ്രണ്ട്സ് ഉണ്ട്. അവരെയൊക്കെ സംബന്ധിച്ചിട്ട് നോക്കുമ്പം ഇവിടെ ഡെയിലി 2,000 രൂപ കിട്ടിയാൽ പോലും പ്രിയ ഫ്രണ്ട്സ്, നമുക്ക് 60,000 രൂപ മാസം ഉണ്ടാക്കാൻ പറ്റും. 60,000 രൂപ ദിവസം 2,000 രൂപ കിട്ടിയാൽ പോലും. ഞാൻ ചിന്തിച്ചത് അവിടെ കേട്ടോ. ഒരു 10ാം ക്ലാസ്സുകാരി എന്റെ അവസ്ഥ വെച്ചിട്ട്, എനിക്ക് ആവശ്യം വെച്ചിട്ട് ഞാൻ ചിന്തിച്ചത് അവിടെയാണ്. അവിടെ നിന്നിട്ടാണ് ഈ ബിസിനസ് കൂടുതലായിട്ട് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. എന്റെ സംശയങ്ങളൊക്കെ ഇപ്പൊ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് കാണും അല്ലേ? എന്റെ സംശയങ്ങളൊക്കെ ഞാൻ ആ ടീച്ചറിന്റെ അടുത്ത് ചോദിച്ചു. എന്നിട്ട് ആ ടീച്ചറിനെ നല്ലൊരു കാപ്പി ഇട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ടീച്ചറെ ഇവിടെ ഒന്ന് ഇരിക്കണേ ടീച്ചറെ, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ, എവിടുന്നെങ്കിലും ആരോടെങ്കിലും ഈ ബിസിനസ്സിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പൈസ കിട്ടുമെന്ന് ഞാൻ നോക്കിയിട്ട് വരട്ടെന്ന് ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചു. ഒരുപാട് പേരോട്. എന്റെ അച്ഛന്റെ ജ്യേഷ്ഠൻ അത്യാവശ്യം നമ്മളുടെ നാട്ടിൽ അറിയപ്പെടുന്ന പലിശക്കാരൻ, ബ്ലേഡുകാരൻ, ചിട്ടിക്കാരനൊക്കെയാ. എന്റെ വല്യച്ഛനോട് വിളിച്ചു ചോദിച്ചു. ആ സമയത്ത് എന്റെ വല്യച്ഛൻ എന്നോട് പറഞ്ഞത്, 1000 2000 രൂപ വേണമെങ്കിൽ കയ്യിൽ തരാൻ മോളെ, അത് മക്കൾക്ക് എന്തേലും വാങ്ങിച്ചു കൊടുക്കാനാ. ഞാൻ വീണ്ടും പറഞ്ഞു, എനിക്കൊരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയാണെന്ന്. അങ്ങനെ ഒരുപാട് പേരെ, എന്നോട് സഹതാപം പറയുന്ന ഒരുപാട് പേരെ ഞാൻ വിളിച്ചു, എങ്ങൊന്നും കിട്ടിയില്ല. അവസാനം ഇന്ന് ഞാൻ ദൈവത്തെ പോലെ ഓർക്കുന്നുണ്ട്. തൊട്ടടുത്ത് ഒരു പലചരക്ക് കച്ചവടം നടത്തുന്ന ഒരു വാപ്പിച്ച എപ്പോഴും എന്നെ സഹായിക്കാറുണ്ട്. മകളെ നീ ഹോസ്പിറ്റലിൽ പോകുന്നും പറഞ്ഞ് ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, എന്നെ ഒന്ന് സഹായിക്കണം വാപ്പിച്ച, എനിക്കൊരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞു. ഒന്നും നോക്കാതെ, മടിച്ചു നിൽക്കാതെ ആ വാപ്പിച്ച തന്ന ആ കാശ് കൊണ്ട് തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിയുടെ മോടെ കമ്മല് പണയം വെച്ച് ആ കാശ് കൊണ്ട് ഞാൻ ഈ ബിസിനസ് ഓൺ ദ സ്പോട്ടിൽ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ചികിത്സ കിട്ടാതെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, മക്കളെ കൊന്നിട്ട് അമ്മയും മരിച്ചു, മക്കളെയും കൊന്ന് അമ്മയും മരിച്ചു. നമ്മളപ്പോ എല്ലാരും പറയും, ഈ പെണ്ണിന് വേറെ ജോലിയില്ല, മക്കളെ എന്തിനാ കൊന്നേന്ന്. ഒരുപക്ഷെ എന്നെ കൂട്ടുള്ള അവസ്ഥയായിരിക്കാം. മക്കൾക്ക് നല്ല ആഹാരം കൊടുക്കാനില്ലാതെ, മക്കൾക്ക് നല്ല വസ്ത്രം കൊടുക്കാനില്ലാതെ, ഒരു നല്ല മരുന്ന് കഴിക്കാനില്ലാതെ വേദന അനുഭവിച്ച് നിൽക്കുന്ന അതേ അവസ്ഥയായിരിക്കാം. ആ ഒരു സമയത്താട്ടോ ദൈവം എന്റെ കയ്യിലേക്ക് ഫിജി കാർഡ്, നിങ്ങൾ ഇപ്പൊ കേട്ട ഈ അവസരം കൊണ്ട് തന്നെ. ഞാൻ കൂടുതൽ ഒന്നും നോക്കിയില്ല, ഞാൻ ഇതിന്റെ പ്രോഡക്റ്റുകൾ നോക്കി, ഏറ്റവും നല്ല പ്രോഡക്റ്റുകൾ. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഞാൻ ട്രീറ്റ്മെന്റ് നടത്തുന്ന സമയത്ത് നമ്മുടെ പ്രകൃതി, അതായത് ആയുർവേദ ഇതും കൂടെ നോക്കുന്ന സമയത്ത്, അവിടെ എനിക്ക് നോനി എന്ന് പറയുന്ന ഫ്രൂട്ട്സ്, നമ്മുടെ നാട്ടിലൊക്കെ കാക്കപ്പഴം എന്ന് പറയും, ഈ സാധനത്തിന്റെ പാരസിറ്റാമോള് പോലെ 3 നേരം എന്നുള്ള രീതിയിൽ ഇതെനിക്ക് തരുമായിരുന്നു കേട്ടോ. ഈ സാധനം കാണുമ്പോൾ ഞാൻ വിചാരിക്കും, എന്റെ നാട്ടിലെ പറമ്പിൽ നിൽക്കുന്ന സാധനമല്ലേ ഇത്, ഇത്ര ഔഷധ ഗുണമായിരുന്നു എന്ന്. എനിക്ക് ഈ സാധനങ്ങളെ കുറിച്ചൊന്നും വലിയ പ്രോഡക്റ്റുകളെ കുറിച്ചൊന്നും വലിയ ധാരണയില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പം ആദ്യം നോക്കുന്നത് ഇവിടുത്തെ പേസ്റ്റ് തന്നെ കേട്ടോ. ആ പേസ്റ്റ് തന്നെ ഞാൻ ആ പേസ്റ്റ് എടുത്തിട്ട് എന്നെ ചികിത്സിക്കുന്ന സ്വപ്ന ഡോക്ടറെ അടുത്ത് ഞാൻ ഇങ്ങനെ മെസ്സേജ് ഇടുകയുണ്ടായി, ഡോക്ടറെ ഇതാണ്ട് എനിക്ക് തരുന്ന മരുന്നിന്റെ അതേ ഇതിൽ നിന്ന് പേസ്റ്റും ഉണ്ട് കേട്ടോ എന്ന്. ആ സമയത്ത് ആ ഡോക്ടർ പറഞ്ഞൊരു കുഞ്ഞ് അറിവുണ്ടല്ലോ, അതെനിക്ക് ഏറ്റവും വലിയ അറിവായിരുന്നു. ആ ഡോക്ടർ പറഞ്ഞൊരു കുഞ്ഞ് അറിവുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റുകളില്ലേ, ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉണ്ടാവുന്ന നമ്മൾ നോക്കിയാൽ മതി. നമ്മുടെ ഇവിടം തൊട്ട് നമ്മുടെ വയറ് സംബന്ധിച്ചിട്ടാ. നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റ്, നമ്മൾ പല്ല് തേച്ചോണ്ട് നിൽക്കുമ്പോഴാ നമ്മുടെ ചേട്ടൻ വിളിക്കുന്നത്, നമ്മൾ എന്തോന്ന് വിളി കേൾക്കുമ്പോഴേ കുറച്ച് വിഴുങ്ങും ഇല്ലേ? അതുപോലെ തന്നെ മക്കള് എന്തും വേണ്ടി കഴിക്കുന്ന ഇതൊക്കെ ഉള്ളിൽ ചെന്ന ക്യാൻസർ ഉണ്ടാവും. അതിനകത്ത് സോഡിയം അത്രത്തോളം ഉണ്ടെന്ന്. ഞാനിപ്പോ പറഞ്ഞു, ഇപ്പൊ അത് പറഞ്ഞിട്ട് പല്ല് തേക്കാതെ ഇരിക്കുവാണോ ആൾക്കാരെന്ന് കളിയാക്കി ചോദിച്ചപ്പോഴേ ആ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കുഞ്ഞറിവുണ്ട്, മോടെ കൈ ഒരു എക്സ്റേ എടുത്തിട്ടേ ഒരു ഇത്തിരി കോൾഗറ്റോ ക്ലോസപ്പോ എന്തേലും വെച്ചിട്ട് പയ്യൊന്ന് ഒരസ്, അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഈ പേസ്റ്റും കൂടെ വെച്ചിട്ടൊന്ന് ഒരസ്, ഇതിൽ ഏതാണോ ഏറ്റവും കൂടുതൽ ആ എക്സ്റേ ഡാമേജ് ആക്കുന്നത് ആ പേസ്റ്റ് ആയിരിക്കും മോളെ ഏറ്റവും കൂടുതൽ കെമിക്കൽ അടങ്ങിയെന്ന്. ഞാൻ ആ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. അവിടെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ റിസൾട്ട് ആട്ടോ ഫിജി കാർഡിന്റെ പേസ്റ്റ് എന്നുള്ള. അങ്ങനെ ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചും എനിക്ക് പഠിക്കണമെന്ന് തോന്നി, ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചും എനിക്ക് മനസ്സിലാക്കണമെന്ന് തോന്നി ഈ ബിസിനസ്സിലേക്ക് വന്നപ്പം.
കുറച്ച് പേസ്റ്റും സോപ്പും മാത്രമാണ് ഞാൻ വാങ്ങിയത്. ഏകദേശം ഒരുപാട് സാധനങ്ങളുണ്ട്, അതൊന്നും നോക്കിയില്ല. ഈ പേസ്റ്റും സോപ്പും മാത്രം വാങ്ങിയേ. ഇനി എനിക്ക് പ്രോഡക്റ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം 30,000 രൂപ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ്സാണ് എനിക്ക് കിട്ടിയത്. എന്റെ മകളുടെ അടുത്ത് മകള് പറയും, അമ്മ എനിക്ക് നേഴ്സ് ആവണോന്ന് പറയും. നേഴ്സിങ്ങിന് BSc വിടണമെങ്കിലേ 11 ലക്ഷം രൂപ വേണം. ഒരു എഞ്ചിനീയർ ആക്കണമെങ്കിലേ ലക്ഷങ്ങൾ വേണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഒരു സമയത്ത് ഒരു പെട്ടിക്കട ഇടണമെങ്കിലേ കുറഞ്ഞ 1 ലക്ഷം രൂപ വേണം. ആ ഒരു സമയത്താ കുഞ്ഞൊരു നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമ്മൾ കടന്നു വരുന്നത്, നല്ലൊരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല. ഈ ബിസിനസ് കയ്യിൽ കിട്ടി. ഈ ബിസിനസ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടേ ടെൻഷൻ. ഇതൊരു റെഫറൽ മാർക്കറ്റിംഗാ, ഇതാരോട് പറയുമെന്ന്. എന്നിട്ട് എന്റെ മനസ്സ്, ഈശ്വര പണ്ടിൽ ആളെ പിടിക്കുന്ന ബിസിനസ് വന്നിട്ടുണ്ട്, ഇനി അങ്ങനെ വല്ലതും ആണോ ഇതെന്നുള്ള ചിന്ത. കാരണം എന്താ, ആ 10ാം ക്ലാസ്സുകാരിയുടെ ആ മനസ്സിൽ കടന്ന് ഉരുളുന്ന നമുക്കും ഉണ്ട് ആ ചിന്ത. ആ ഒരു ചിന്ത എനിക്ക്. എങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത് ആരോട് പറയും, എങ്ങനെ പറയും എന്ന് ചിന്തിച്ചിരുന്നപ്പം ഞാൻ ചിന്തിച്ച ഒരു കാര്യം കൂടി ഉണ്ട്. ഞാനൊരു തയ്യക്കട നടത്തിയിരുന്നു. ഏറ്റവും നന്നായിട്ട് തയ്ച്ചു കൊടുക്കുകയും ഏറ്റവും നല്ല ഡിസൈൻ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ട് ആൾക്കാരെ ഞാൻ ക്യാൻവാസ് ചെയ്തിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഷോപ്പിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുമ്പോഴാ എനിക്ക് ഏറ്റവും കൂടുതൽ സ്റ്റിച്ചിങ് ഉണ്ടായേ. ഏതൊരു മേഖല എടുക്കട്ടെ, ഒരു ടീച്ചർ ആയിക്കോട്ടെ, 10 കുട്ടികൾ വരുമ്പോഴാണല്ലോ നമുക്ക് എന്തുണ്ടാവുന്നത്, ആ സ്കൂളിന്റെ നിലവാരം ഉയരുന്നത് അല്ലേ. ഒരു ഹോസ്പിറ്റൽ എടുക്കട്ടെ, 10 രോഗികൾ കൂടുതൽ കയറുമ്പോഴാ ആ ഹോസ്പിറ്റലിന്റെ ഡെവലപ്പ് കൂടുന്നത്. ഇതുപോലെ തന്നെ ഞാനും ആലോചിച്ചു, എന്റെ ബിസിനസ്സിലേക്ക് എനിക്ക് കുറച്ച് പേരെ വേണം. മാത്രമല്ല അത് എന്നെ പോലെ ഒരു വരുമാനവും ഇല്ലാതെ, ഒരു നല്ല ആഹാരം മേടിച്ചു കൊടുക്കാനില്ലാതെ, ഒരു നല്ല വസ്ത്രം ധരിക്കാനില്ലാതെ എത്രയോ ആൾക്കാരുണ്ട്. എന്നെ പോലെ കുറെ പേർക്ക് ഈ ഒരു അവസരം കൊടുക്കുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വേണമെങ്കിൽ നമ്മുടെ ബോച്ചയ്ക്ക് ഒരു ലുലു മാൾ പോലത്തെ ഒരു ഷോപ്പ് പണിയാം, ഒരു 3000 പേർക്ക് വരുമാനം കൊടുക്കാം. പക്ഷെ ആ 3000 പേര് മാത്രമേ വരുമാനം കൊടുക്കാൻ പറ്റൂ. ഇവിടെ അങ്ങനെയല്ല. ഏകദേശം 15 ലക്ഷം ആൾക്കാർക്ക് ഇവിടെ ബോച്ചയ്ക്ക് വരുമാനം കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇന്ന് ഞാൻ വാങ്ങുന്ന ഒരു രൂപ വരുമാനം ഉണ്ടെങ്കിൽ പോലും അത് 3 കുടുംബങ്ങളിലേക്കൂടെ കൊടുത്തിട്ട് എനിക്ക് വാങ്ങാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഏറ്റവും വലിയ സന്തോഷം. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാ ഞാൻ പറയുമായിരുന്നു കേട്ടോ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താന്ന് വെച്ചാൽ, കടബാധ്യത ഇല്ലാതെ ഒരു ദിവസം കിടന്നുറങ്ങണം. ആ കിടന്നുറങ്ങുന്ന ആഗ്രഹം അതാണ്. രണ്ടാമത്തെ ആഗ്രഹമുണ്ട്, ഒരു 6 അടി മണ്ണ് എനിക്ക് വേണം. അഥവാ ഞാൻ വീണു പോയാൽ എന്നെ അടക്കം ചെയ്യുമ്പം ആ മണ്ണിൽ അടക്കം ചെയ്യുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ എന്റെ മക്കൾക്ക് വന്ന് അവിടെ ഒരു തിരി കത്തിക്കാൻ വേണ്ടി ഒരു 6 അടി മണ്ണ് വേണമെന്ന് പറയുണ്ടായിരുന്നു. അതെങ്ങനെ ഒപ്പിക്കുമെന്ന് അറിയില്ല. മാസം 21,000 രൂപ എന്റെ ട്രീറ്റ്മെന്റിന് വേണം. 3,000 രൂപ വാടക കൊടുക്കാനില്ലാതെ ഇവിടെ കിടന്ന് ചാവാതെ ഈ പിള്ളാരെ പിടിച്ചോണ്ട് ഇറങ്ങുന്ന വാടകക്കാരൻ പറയുന്ന ദിവസങ്ങള് സത്യത്തിൽ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു അവസരത്തിലാട്ടോ ഒരു കുഞ്ഞ് അവിടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു 6 അടി മണ്ണ്. എനിക്കൊരു കുഞ്ഞ് വീട്. എന്റെ വീട്ടിൽ ഞാൻ എന്തെങ്കിലും പറ്റി ഇന്നും ചികിത്സിക്കുന്ന വ്യക്തിയാ, ഇന്നും ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന വ്യക്തിയാ ഞാൻ. ആ സമയത്ത് എനിക്ക് എന്തേലും പറ്റിയ ഒരു കുഞ്ഞ് വീട്ടിൽ എന്നെ കൊണ്ട് കിടത്തണം. എന്റേതായിട്ടുള്ള എന്റെ വീട്ടിൽ കൊണ്ട് കിടത്തണം. എന്നെ അറിയാവുന്ന ഒരു അവിടെ കാണാൻ വരണം. ഇതെന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഇനി ഞാൻ എന്ത് ജോലി ചെയ്താലും, എന്റെ അമ്മ കശുവണ്ടി ഓഫീസിൽ പോവാ, എനിക്ക് അറിവ് വെച്ച കാലം തൊട്ട് ഞാൻ കാണുന്നുണ്ട് എന്റെ അമ്മ കഷ്ടപ്പെടുന്നേ. എനിക്ക് അച്ഛനില്ല, മരിച്ചുപോയി. സഹോദരങ്ങളില്ല, ഉണ്ടായിരുന്ന ഹസ്ബൻഡ് പുള്ളിയും പോയി. ആ നിൽക്കുന്ന സമയത്ത് ഒരാളും ഇല്ല. 2 പെൺകുഞ്ഞുങ്ങളുമായിട്ട് ഒരു രോഗവുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നോക്കിയിരിക്കുമ്പോഴാ ഫിജി കാർഡ് കിട്ടിയത്. ഇവിടെ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന്റെ 2ാമത്തെ ദിവസം എന്റെ അക്കൗണ്ടിലേക്ക് വന്ന 3,762 രൂപ എന്നെ പോസിറ്റീവ് ആക്കി. 7 മാസം കൊണ്ട് 3,000 രൂപ വെച്ച് ഒരു മാസം വാടക കൊടുക്കാനില്ലാതിരുന്ന എന്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോ വന്ന വരുമാനമാണ്. സ്വപ്നങ്ങൾ ഇങ്ങനെ നെയ്തെടുക്കാൻ തുടങ്ങി കേട്ടോ. ഇന്ന് 4 വർഷമായി നമ്മുടെ ഷീന മേഡം പറഞ്ഞതിന്റെ കൂടി ഈ ബിസിനസ്സിലേക്ക് ഞാൻ ഫുൾ ടൈമറായിട്ട് ഇറങ്ങിയിട്ട് 4 വർഷമായി ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട്. ഇന്ന് നിങ്ങൾ കേട്ട ഈ ഒരു ബിസിനസിന്റെ 13 റാങ്ക് ഉള്ളതിൽ 10ാമത്തെ റാങ്കിൽ എത്തിയിട്ടുണ്ട്. 11ാമത്തെ റാങ്കിലേക്ക് ഓടുക. ഇന്ന് എന്റെ സ്വപ്നങ്ങൾ ചെറുതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷം. എനിക്ക് കൊണ്ടുതരാൻ അച്ഛനില്ല, ആങ്ങളില്ല, ഹസ്ബൻഡ് ഇല്ല, ആരും ഇല്ല. ആകെ കശുവണ്ടി ഓഫീസിൽ പോകുന്ന അമ്മയാ.
ഇവിടുന്ന് ഫിജി കാർഡ് എന്ന് പറയുന്ന ബിസിനസ്സിലൂടെ ഇന്ന് നേടിയടേ 6 അടി മണ്ണ് മോഹിച്ചിട്ടേ 6 സെന്റ് വസ്തു ഞാൻ വാങ്ങി ഇവിടെ പൊന്ന് വില കൊടുത്ത്. അതെന്റെ ഫിജി കാർഡിൽ നിന്ന് ഞാൻ നേടിയതാ. ഒരുപാട് കുടുംബങ്ങൾക്ക് വരുമാനം കൊടുത്തിട്ട് ഞാൻ നേടിയതാ. ഇന്നൊരു കുഞ്ഞു വീട് ഞാൻ വെക്കുന്നുണ്ട്. അതിന്റെ വാർപ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ വരുന്ന 2 മാസത്തിനുള്ളിൽ ഫെബ്രുവരി മാസം തീരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള എന്റെ വീട്ടിലേക്ക് പോവുക കേട്ടോ. അവിടെ താമസിക്കാൻ പോവാ. അവിടെ ഉറങ്ങുന്ന ആദ്യത്തെ ദിവസം ഞാൻ ഈ ലോകം കീഴടക്കിയ പോലെ. കാരണം എന്താന്ന് വെച്ചാ വാടക കൊടുക്കാനില്ലാതെ അത്രമാത്രം കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട ദിവസങ്ങളുണ്ട്. ഇതിലൊക്കെ വലിയൊരു സന്തോഷമുണ്ട് എന്റെ ജീവിതത്തിൽ. ഞാൻ എറണാകുളം അമൃത ഹോസ്പിറ്റലാ ട്രീറ്റ്മെന്റ് നടത്തിയത്. ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് അവിടുന്ന് ട്രെയിനാട്ടോ വരുന്നത്. അവിടുന്ന് ട്രെയിന് വരുന്ന സമയത്ത് എന്റെ വീട്ടില് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് ഏകദേശം 6 കിലോമീറ്ററോളം ഉണ്ട്. ഈ 6 കിലോമീറ്റർ രാത്രി വണ്ടിയില്ല നമ്മുടെ നാട്ടിലേക്ക്, ഓട്ടോ വിളിച്ചു പോകണം. അപ്പൊ രാത്രി എങ്ങനെ പോയാലും 11 പറയും കുഴപ്പമില്ലമ്മേ, ഡോക്ടർ പറഞ്ഞ് നടക്കണമെന്ന്. പക്ഷെ ഡോക്ടർ പറഞ്ഞേ നിങ്ങൾ 20 മിനിറ്റ് പോലും നിങ്ങളുടെ കാലുകൾ കൊണ്ട് നിൽക്കരുതെന്നാ. വേദന കടിച്ചിട്ട് കൈ കടിച്ചു പിടിച്ചിട്ട് അമ്മയെ മുന്നേ നടത്തിയിട്ട് അമ്മയുടെ പുറകിൽ ഞാൻ നടക്കും, കടിച്ചു പിടിച്ചിട്ട്. കണ്ണീര് ഇങ്ങനെ വരാതിരിക്കാൻ കണ്ണ് അമർത്തി പിടിക്കും. മൂക്കിങ്ങനെ നോക്കുമ്പോ അമ്മ ചോദിക്കും മോളെ എന്താ ജലദോഷമാണോന്ന്. ഞാൻ ദിവസങ്ങളുണ്ട്. ഒരു ഓട്ടോക്കൂലി കൊടുക്കാനില്ലാത്ത സമയത്തായിരുന്നു. ആ 4 വർഷം, ഈ 4 വർഷം പിന്നിട്ടപ്പോഴേ ഈ നവംബർ മാസം 10-ാം തീയതി 14 ലക്ഷം രൂപയുടെ പഞ്ചിന്റെ ഒരു ഇലക്ട്രിക് വണ്ടി ഞാൻ സ്വന്തമാക്കി ഫിജി കാർഡിൽ നിന്ന്. അതെന്തിനാണെന്നറിയാവോ? എന്റെ ആഗ്രഹമാ. എന്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വേദന തിന്നെടുത്തുനിന്ന് കയ്യെ കിട്ടിയ അവസരമാ. എനിക്ക് 35 വർഷം കൊണ്ട് എന്റെ അമ്മയെ ഞാൻ കാണുന്നുണ്ട്, ജോലി ചെയ്യുന്ന ഞാൻ കാണുന്നുണ്ട്. എന്റെ അമ്മയ്ക്ക് ഇന്നും ഉണ്ടാക്കാൻ പറ്റാത്തത് വെറും 4 വർഷം കൊണ്ട് എന്റെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു തന്ന ബിസിനസ് അവസരമാണ് നിങ്ങളിപ്പോ കേട്ടോണ്ടിരിക്കുന്നത്. നിങ്ങൾ ഏത് സുഹൃത്താവട്ടെ, ഏത് ബന്ധുവാവട്ടെ, നിങ്ങൾ ഈ ഒരു അവസരത്തെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ദൈവം നമുക്ക് എപ്പോഴും ഒരു വഴി പറഞ്ഞു തരില്ല, എപ്പോഴും ഒരു കച്ചിത്തുരുമ്പ് തരില്ല. നമ്മുടെ പ്രയാസങ്ങൾ കേട്ടിട്ട്, നമ്മുടെ സങ്കടങ്ങൾ കേട്ടിട്ട് ദൈവം ഒരു വഴി തരും. അതിനെ മുറുകെ പിടിച്ചോളുക. ഞാന് ഈ ഒരു ബിസിനസ് അവസരം കേൾക്കുന്ന സമയത്ത് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് ഇതിനകത്ത് നേടിയ ആൾക്കാരാ. 10-ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഓട്ടോ ഓടിച്ചുകൊണ്ട് നടന്നിരുന്ന, എന്റെ സ്വന്തം നാട്ടിൽ ഓട്ടോ ഓടിച്ചുകൊണ്ട് നടന്നിരുന്ന വ്യക്തിയൊക്കെയാ ഞാൻ കണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ കണ്ട സമയത്ത് എനിക്കും എന്റെ സ്വപ്നങ്ങൾ നേടാൻ പറ്റും. 100,000 പേര് ഇതങ്ങനല്ലേ ഇതങ്ങനല്ലേ ഇതിങ്ങനല്ലേ എന്ന് തോന്നിക്കുമ്പോഴും എന്റെ മനസ്സിൽ തോന്നിയ ഒറ്റ കാര്യമുള്ളൂ, മിസ്റ്റർ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്നത് അല്ലേ. ഇന്ന് നമുക്കറിയാം, എന്റെ കല്യാണം കഴിച്ചു വിടുന്ന സമയത്ത് 18 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് 25 പവന്റെ പൊന്നു തന്നു, ഗോൾഡ് തന്നു എന്റെ അമ്മ. ഇന്ന് സാധാരണഗതിയിൽ സാധാരണപ്പെട്ട നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കൂ. 25 പവന്റെ സ്വർണ്ണം എടുക്കണമെങ്കിൽ 25 ലക്ഷം രൂപ വേണം. ഒരുപക്ഷെ വളർന്നു വരുന്ന പെമ്മക്കളുടെ അമ്മമാരോ അച്ഛന്മാരോ ആവും നിങ്ങൾ ഓരോരുത്തരും. നമ്മളെ കൊണ്ട് പറ്റുമോ? അവിടെയും ഒരു വഴി വന്നിട്ടുണ്ട്. ഫിജി കാർഡിനെ EMI ഗോൾഡ് എടുത്തോണ്ട് നിങ്ങൾക്ക് ഫിജി കാർഡ് സ്റ്റാർട്ട് ചെയ്യാം. എവിടെ കിട്ടും ഈ ഒരു അവസരം? എന്ത് പാവപ്പെട്ടവനെ പണക്കാരനാക്കുക, അവന്റെ സാമ്പത്തികം ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇന്ന് മുന്നോട്ട് പോകുന്ന 1000 പേർക്ക് ഡെയിലി വരുമാനം കൊടുക്കുന്ന ഇന്ന് അങ്ങനെ ഒരു പ്രസ്ഥാനത്തിലേക്ക്, അങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള, ഇന്ന് ഈ ബിസിനസ് അവസരം കേൾക്കാൻ വന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ധൈര്യപൂർവ്വം നിങ്ങൾക്ക് കടന്നു വരാം. നിങ്ങളെ ക്ഷണിച്ച സുഹൃത്തിനൊരു നന്ദി പറഞ്ഞുകൊണ്ട്, നിങ്ങളെ ക്ഷണിച്ച ബന്ധുവിനൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് സന്തോഷമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കൊച്ചുനാളില് എന്റെ ഓർമ്മ വെച്ചപ്പം എന്റെ ടൂറ് പോകും കേട്ടോ. ടൂറ് പോകുന്നത് വേളാങ്കണ്ണി, ഗുരുവായൂര്, പളനി, ഇതൊക്കെയാ എന്റെ വീട്ടിലെ എന്റെ അമ്മയുടെയും ഞങ്ങളും ഒക്കെ ഒന്നിച്ചുള്ള ടൂറ്. അല്ലാതെ ഒരു സ്ഥലത്തും പോയിട്ടില്ല, ഒരു സ്ഥലങ്ങളിലും പോയിട്ടില്ല. ഇതൊക്കെയായിരുന്നു ടൂറ്. ഇന്ന് ഫിജി കാർഡിൽ വന്നപ്പം ഞാൻ നോക്കുന്നത് ഇതാണ്ട് മലേഷ്യൻ ട്രിപ്പ്. മലേഷ്യയിലേക്ക് പോകാം. മലേഷ്യയിലേക്ക് സത്യം പറഞ്ഞാൽ എന്റെ യൂട്യൂബൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മലേഷ്യയിലെ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ സെർച്ച് ചെയ്ത് കാണുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മലേഷ്യയിലേക്ക് പോകാം, അതും ഇങ്ങനെ പൊങ്ങി പറക്കാം. എന്റെയൊക്കെ ജീവിതത്തില് ഞാൻ സ്വപ്നം കാണാൻ പറ്റുമോ? ഈ ഇട്ടാവട്ടത്ത് കടന്ന് കറങ്ങുന്ന നമുക്കൊക്കെ ഒന്ന് ആലോചിച്ച്, അത് ഫ്രീ ആയിട്ട് പോകാം. പാസ്പോർട്ട് മാത്രം
നിങ്ങൾ തന്നാ മതി. നിങ്ങൾക്ക് അവിടെ ചെലവഴിക്കാനുള്ള പൈസയും കൂടി ഇവിടെ നിങ്ങൾ ഞങ്ങളോടൊപ്പം വാ. നമുക്ക് വെറും 600 നമ്മുടെ ഷിജി മേഡം പറഞ്ഞതിന്റെ കൂട്ട് റൈറ്റില് നിങ്ങളുടെ റൈറ്റ് ഫ്രാഞ്ചൈസിയിൽ ഒരു 600, നിങ്ങളുടെ ലെഫ്റ്റ് ഫ്രാഞ്ചൈസിയിൽ ഒരു 600, ആ 600 സെയിൽസ് വോളിയം ഏകദേശം 12,000 രൂപയോളം നിങ്ങളുടെ കയ്യിൽ വരും. അതങ്ങോട്ട് നിങ്ങൾക്ക് പോകാനുള്ള ആ ഒരു ചെലവും ഇവിടെ ബാക്കിയുള്ളതെല്ലാം നമ്മളാ അടിച്ച് പൊളിച്ച്. ഒന്ന് ആലോചിച്ച് നോക്കെ, കുട്ടിക്കാലത്ത് ടൂർ പോലും പോകാൻ പറ്റാത്തവരാ നമ്മളൊക്കെ. ആ ഒരു സമയത്താ മലേഷ്യയിലേക്ക് പോകുന്നത്. ഈ ഒരു 600 പോയിന്റ് എന്ന് പറയുമ്പോൾ കുറെ പേർക്ക് വരുമാനം കൊടുക്കാം, കുറെ പേർക്ക് ജോലി കൊടുക്കാം നമുക്ക് ഫിജി കാർഡിലേക്ക്. ഇങ്ങനെ നമുക്ക് ഒന്നിച്ചു പോകാം. ഇനി ഞാൻ ഭയങ്കര ത്രില്ലിങ്ങാ, ഭയങ്കര ഇതാണ് കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മലേഷ്യയിലേക്ക് പോകുന്ന ആ ഒരു ഇതാണ് ഇന്ന് കേരളം വിട്ട് പുറത്തോട്ട് പോയിട്ടില്ലാത്ത നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയേക്കുന്ന ഏറ്റവും വലിയൊരു അവസരവും കൂടി കേട്ടോ ഫിജി കാർഡ് എന്ന് പറയുന്ന കമ്പനി. സ്വപ്നങ്ങളുണ്ടെങ്കിൽ, ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ മുറിവേറ്റ വേദനകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്നു, ഇതാണ് നിങ്ങളുടെ സമയം, ഇതാണ് നിങ്ങളുടെ റൈറ്റ്. ഇവിടെ പ്രായപരിധിയില്ല. 18 വയസ്സ് തികഞ്ഞ ആർക്ക് വേണമെങ്കിലും ഈ ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം. എന്തായാലും ഒന്നുകൂടെ ഞാൻ പറയാണ്, ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ സംശയം തോന്നിയേക്കാം. നിങ്ങളെ ബിസിനസ്സിലേക്ക്, ഈ ബിസിനസ് കേൾക്കാൻ കൊണ്ടുവന്ന വ്യക്തിയുമായി തന്നെ നിങ്ങൾ കണക്ട് ചെയ്യൂ. നിങ്ങളുടെ സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് തീർത്തു തരും. ഈ ബിസിനസ്സിലേക്ക് വളരെ വ്യക്തമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിജി മേഡം വളരെ വ്യക്തമായി ക്ലിയർ ആയിട്ട് തന്നെ ആ ഒരു ഈ ഒരു ബിസിനസിന്റെ പ്ലാൻ പ്രസന്റേഷൻ ചെയ്തു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഒരു കാര്യം പോലും വിട്ടുപോകാതെ എല്ലാ കാര്യങ്ങളും 1 2 1 2 എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. വളരെ ഒരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട്. എന്തായാലും ആ ഒരു പ്രസന്റേഷൻ ഇന്ന് ആ മാമിനോടൊപ്പം തന്നെ ഈ ഒരു വേദി, ഈ ഒരു പ്ലാറ്റ്ഫോം പങ്കിടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. മാമിന് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആദ്യഘട്ടം തൊട്ട് തന്നെ വളരെ കൂളായിട്ട്, വളരെ നന്നായിട്ട് ഏതൊരു പ്രോഗ്രാമും വിജയിക്കണമെങ്കിൽ അതിന്റെ MC ആണ്. എന്തായാലും വളരെ സന്തോഷമായിട്ട് ഇന്ന് ആ ഒരു MC ചെയ്ത ഷീന മേഡത്തിനും ഒരുപാട് നന്ദി പറയുന്നു. അതിലൊക്കെ ഉപരി ഞാൻ നന്ദി പറയുന്നത് ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ആദ്യ അവസാനം വരെ എന്നെ കേൾക്കാനിരുന്ന എന്റെ പ്രിയപ്പെട്ട ഫിജി കാർഡ് പാർട്ട്നേഴ്സിനോടും എന്റെ പ്രിയപ്പെട്ട ഈ ബിസിനസ് അവസരം കേൾക്കാൻ വന്ന ഗസ്റ്റിനോടുമാണ്. ഒന്നുകൂടി പറഞ്ഞോളുകയാണ്, ഒരിക്കലും മിസ് ചെയ്യേണ്ട. അവസരങ്ങൾ നമ്മളെ തേടി വരാറില്ല. അവസരങ്ങൾ നമ്മളെ തേടി വരുമ്പോൾ അത് 2 കൈയും നീട്ടി സ്വീകരിക്കുക, മുറുകെ പിടിക്കുക. നമുക്ക് ഒരുമിച്ച് പറക്കാം, മലേഷ്യയിലേക്ക് ഒരുമിച്ച് പോകാം. എന്തായാലും ഇന്ന് ഈ ഒരു അവസരം, ഇന്ന് ഈ ഒരു മീറ്റിംഗിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് അവസരം തന്ന എന്റെ ഫിജി കാർഡ് കമ്പനിക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവരും ഈ ബിസിനസ് അവസരം കേട്ട എല്ലാവരും നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഫിജി കാർഡ് എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റിയിലൂടെ ഒരുമിച്ച് നേടാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ജയ് ഹിന്ദ്, ജയ് ഫിജി കാർഡ്.